Hello, everybody. We are here back with the discussion for Test 11. Test 11 basically ജാനുവരി മാസം ആയതുകൊണ്ട് എല്ലാവരും പ്രിലിംസ് മോഡിലേക്ക് തിരിയുന്നൊരു സമയം ആയതുകൊണ്ട് ഒരു ഇനീഷ്യലി നമ്മളൊരു NCERTയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിലുള്ള ഗ്ലിംസിലുള്ള കുറച്ച് കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അഗെയിൻ നമ്മൾ ഇതുവരെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ നമ്മൾ ആ ക്വസ്റ്റിന്റെ നോളജിനേക്കാളും കൂടുതൽ നമ്മൾ അതിന്റെ അപ്രോച്ചിലായിരിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. Now let's go to the first question. See the first question. The Constitution of India provides for a parliamentary form of government rather than a presidential one. ശരിയാണ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് അറിയാം. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതിന് ആധാരമായിട്ട് നിങ്ങൾക്ക് എന്താ ആലോചിക്കാം, ആർട്ടിക്കിൾ 74, ആർട്ടിക്കിൾ 75 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ത് പറയുന്നുണ്ട്, പാർലമെന്ററി ഫോം ആണെന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്താണ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേഷൻ. അതർവൈസ് വി ക്യാൻ സേ ദി എക്സിക്യൂട്ടീവ് ഇസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേഷൻ. അത് നമുക്ക് ഈ ലൂസിലിറ്റി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് നോക്ക്. The makers of the constitution preferred the responsibility of the executive to the legislature over the stability. ഇവിടെയാണ് നമ്മുടെ conceptual clarity ടെസ്റ്റ് ആവുന്നത്. Whether you require, do you know the difference between the parliamentary form of government and a presidential form of government? While the presidential form of government focuses upon the strict separation of powers between the legislative, executive and judiciary, which provides for maximum stability, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആധാരം, അതിന്റെ ബേസ് എന്ന് തന്നെ പറയുന്നത് തന്നെ എന്താണ്, ദ എക്സിക്യൂട്ടീവ് ഇസ് ബീങ് പിക്ഡ് ഫ്രം ദി ലെജിസ്ലേറ്റീവ്. മനസ്സിലായില്ലേ? ദ എക്സിക്യൂട്ടീവ് ഇസ് പിക്ഡ് ഫ്രം ദി ലെജിസ്ലേറ്റീവ് ബേസ്ഡ് ഓൺ ദി മെജോറിറ്റി ഇൻ ദി ലെജിസ്ലേച്ചർ. സോ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്ത് തന്നെയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിസ്റ്റർ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ലെജിസ്ലേച്ചറിലെ ഒരു മെമ്പറിന് എണീച്ച് നിന്ന് ചോദിക്കാം, ബി ദി റൂളിംഗ് പാർട്ടി ഓർ ദി ഓപ്പോസിഷൻ പാർട്ടി, എണീച്ച് നിന്ന് ക്വസ്റ്റ്യൻ അവറിലോ 0 അവറിലോ എന്ത് ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. ദാറ്റ് എസെൻഷ്യലി മീൻസ് നമ്മൾ എന്തിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്തിനേക്കാളും സ്റ്റെബിലിറ്റി. യെസ്, സ്റ്റെബിലിറ്റി ഈസ് എ ഫാക്ടർ, ബട്ട് വി ആർ മോർ കോൺസെൻട്രേറ്റിംഗ് അപ്പോൺ ദി റെസ്പോൺസിബിലിറ്റി ഫാക്ടർ. സോ നോക്ക്, വൈ ഡിഡ് വി പ്രിഫർ ദി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്? ബിക്കോസ് വി ആക്ടിവലി പ്രിഫേർഡ് ഏതാണ്, നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിനേക്കാളും റെസ്പോൺസിബിലിറ്റി ഫാക്ടർ. Now let's say the third statement. The head of the state in India is an elected representative and not a hereditary monarch. See, we know the head of the state ആര് തന്നെയാണ്, പ്രസിഡന്റ് ആണ്. പുള്ളി പ്രസിഡന്റ് എന്താണ്, ഇൻഡയറക്ട്ലി എലക്റ്റഡ് തന്നെയാണ്. ശരി, തർക്കമില്ല. മൊണാർക്ക് ജനറലി എന്താണ്, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്നൊക്കെ പറയുന്നത് ബ്രിട്ടനെയാണ്. അതിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്താണ്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഇസ് യൂഷ്വലി എന്താണ്, ഒരു മൊണാർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക, ക്യൂനോ അല്ലെങ്കിൽ കിങ്ങോ ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഹിയർ ദി കൺസെപ്റ്റ് ഇസ് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. But whether that would become the reason for we choosing parliamentary system over presidential system, no. കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ എന്തിനെ പ്രതിപാദിക്കാൻ, ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. സോ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദി ഗവൺമെന്റ്. സ്റ്റേറ്റ് ഇസ് ദാറ്റ് പെർമനന്റ് entity in which governments keep on changing. So head of the government is PM, head of the state is the president. ഓക്കെ, സോ ആ കൺസെപ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റോടെ എന്താവും ക്ലിയർ ആണ്. നമുക്ക് ഇനി ഒന്ന് കോറിലേറ്റ് നോക്കാം. 3 സ്റ്റേറ്റ്മെന്റും ഇൻഡിവിജ്വലി കറക്റ്റ് ആണ്, തർക്കമില്ല. ബട്ട് നോക്ക്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് rather than a presidential one because the makers of the constitution preferred the responsibility of the executive over the legislature and responsibility over its stability. സ്റ്റെബിലിറ്റിനേക്കാൾ റെസ്പോൺസിബിലിറ്റിനെ വെച്ചോണ്ടാണ് നമ്മൾ എന്ത് പ്രിഫർ ചെയ്തത്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ പ്രിഫർ ചെയ്തത്. അല്ലാതെ എന്തുകൊണ്ടല്ല, the head of the state elected representative ആയതുകൊണ്ടല്ല. So the 3 statements are individually correct, but only the statement 2 is explaining the statement 1 in a logical fashion. Logical means അതെന്താണ്, conceptually എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. Hence B ആണ് ഉത്തരം വരിക. I hope you understood the first question. Now we'll go to the second question. The role of Reserve Bank of India was shifted from being a facilitator to a regulator of the financial sector. Second, the reforms led to the establishment of private sector banks, both Indian and foreign. Now it was during the new economic policy. ഇവിടെയാണ് നമ്മൾ ഭയങ്കര കീൻ ആവേണ്ടത്, നമ്മൾ ആ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടത്. നോക്ക്, ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോളിസി തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യൻ എക്കണോമിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യൻ എക്കണോമിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, നൗ യു സി
The reforms led to the establishment of private sector banks, both Indian and foreign. ഏകദേശം എന്താണ് ആ ലൈനിനോട് ചേർന്ന് വരുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിന്. അതായത് നമ്മൾ സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് മോഡലിൽ നിന്ന് പ്രൈവറ്റ് ലെഡും കൂടെ ആയിട്ടുള്ള എന്താണ് ജനങ്ങളെയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പ്രൈവറ്റിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഗ്രോത്ത് മോഡലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ എ വേ നമ്മൾ ഒരു ഇംപെരറ്റീവ് ആയിട്ടുള്ള, അതായത് 1950 തൊട്ട് 1990 വരെ ഉണ്ടായിരുന്ന ഒരു ഇംപെരറ്റീവ് പ്ലാനിംഗ് മോഡലിൽ നിന്ന് നമ്മളൊരു ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തും കൂടെ എടുക്കുകയാണ്, പവർ ഓഫ് ദി പ്രൈവറ്റ് സെക്ടറും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് ആഡ് ചെയ്യാണ്. സോ ഇൻ എ വേ എന്താണ് 1991 റിഫോംസിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈവറ്റ് ബാങ്ക്സും ഇത് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. മോറോവർ നിങ്ങളുടെ ഒരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ കമ്മിറ്റിയും കൂടെ നോട്ട് ചെയ്ത് നോക്കാം. നരസിംഹം കമ്മിറ്റിയാണ് അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now the first statement, just be very keen on that words. The role of the Reserve Bank of India was shifted from being a facilitator to regulator. ഇവിടെയാണ് നമ്മൾ കീൻ ആവേണ്ടത്. ഫെസിലിറ്റേറ്റർ ടു റെഗുലേറ്റർ. If it was facilitator to regulator, എന്താവുമായിരുന്നു, our economy would be more inward looking, more stringent, against ease of doing business. But that is opposite to what was intended over the 1991 reforms. 1991 reforms നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, റെഗുലേറ്ററിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഫെസിലിറ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വി നോ മോർ വിൽ സ്റ്റാൻഡ് വിത്ത് എ സ്റ്റിക്ക്. നമ്മൾ എന്താണ്, പ്രൈവറ്റിനെ വളർത്താനുള്ള സ്കീമുകളാണ് ആര് ചെയ്യുക, ഗവൺമെന്റ് ചെയ്യുക. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആക്ച്വലി ദ റിവേഴ്സ്, റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ ആണ്. ലോജിക്കലി അത് എന്താണ് റൂൾ ഔട്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ആൻഡ് 2 only is the answer. The third statement, okay, the third question, okay, the world is currently facing a severe environmental crisis as the carrying capacity of the environment has exceeded. So നമ്മൾ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ എൻവിറോൺമെന്റൽ ഡിസ്കോഴ്സ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, ശരിയാണ്, എന്താണ് എൻവിറോൺമെന്റൽ ക്രൈസിസ് എന്താണ് ഡീപ്പിൻ ചെയ്ത് വരുന്നുണ്ട്. Now let's see that the absorption capacity of the environment to assimilate waste has been surpassed by the high rate of waste generation. ശരിയാണ്, എന്താണ് നമ്മുടെ നമ്മുടെ ഏതാണ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി, നമ്മുടെ എർത്തിനെ അബ്സോർബ് ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ വേസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ ലോജിക്കൽ സ്ഫിയറിൽ നിന്നുകൊണ്ട് എന്താവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. ബട്ട് നോക്ക്, the rate of extraction of renewable resources is currently significantly lower than the rate of regeneration. നോക്ക്, അവിടെയാണ് നമുക്ക് നമ്മുടെ ആ സമയത്തുള്ള നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താവേണ്ടത്, വർക്ക് ആവേണ്ടത്. ഐ റീഡ് ഇറ്റ് വൺസ് മോർ. നിങ്ങൾക്ക് അത് ചിലപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യും, അതൊന്ന് ടച്ച് ചെയ്യും. നോക്ക്, ദ റേറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ഇസ് കറന്റ്ലി സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ ദ റേറ്റ് ഓഫ് റീജനറേഷൻ. അതായത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്, റീജനറേഷൻ ആണ് കൂടുതൽ എന്നാണ് എന്ത് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അതെന്താ കൺസെപ്ഷലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് നോക്ക്, ആ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, കറന്റ്ലി വി ആർ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എൻവിറോൺമെന്റൽ ക്രൈസിസ് ഒന്നും എന്ത് ഉണ്ടാവില്ല, വരുന്നുണ്ടാവില്ല. So in a way the third statement is wrong. Second statement explains the first statement. So third statement നിങ്ങളുടെ ആ സമയത്തെ presence of mind, how chill, how cool you are, അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് വായിച്ചെടുക്കാൻ പറ്റുക. So statement 3 is wrong, statement 1 and statement 2 is correct. Statement 2 explains the statement 1. The world is currently facing a severe environmental crisis as the carrying capacity of the environment has exceeded because the absorption capacity എന്തായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. So the answer becomes C. Only one statement of 2 and 3 is correct and one explains the statement 1. Okay, next we'll go to a question from polity. Okay, they are asking the stages of the budget. Now even if you're confused, ആദ്യം എന്തായിരിക്കും നടക്കുക, ഒരു ഡിസ്കഷൻ ആയിരിക്കും നടക്കുക. ഡിസ്കഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു സ്ക്രൂട്ടിനി ആയിരിക്കും നടക്കുക. സ്ക്രൂട്ടിനി നടന്നാലല്ലേ ഒരു വോട്ടിംഗ് നടക്കാൻ പറ്റുള്ളൂ. അതായത് സ്ക്രൂട്ടിനി കഴിഞ്ഞ് എല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്താലല്ലേ ബില്ല് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ പാരലൻസിൽ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്കത് കൃത്യമായി അറിയണമെന്നല്ല. ആദ്യം അതിനെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യണം. സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേഷൻ ബിൽ പാസ് ചെയ്യണം. സോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ജനറലി നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ അവിടെ നിന്ന് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഡിസ്കഷൻ നടത്തുവാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അതൊന്ന് ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ അതിനെ ഗഹമായിട്ടൊന്ന് വലുതാക്കി നമ്മൾ അതിനെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒന്ന് വോട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രസന്റ് ചെയ്യാൻ പോകുള്ളൂ. ആ ഒരു സിമ്പിൾ തോട്ട് പ്രോസസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ വുഡ് ബി ജനറൽ ഡിസ്കഷൻ, then you will go for a scrutiny, then you will be voting and then passing of the approbation. So answer becomes the B, 2, 1, 2, 4, 1, 3. We'll discuss one more question. The President of India can return a money bill to the Parliament for reconsideration.
Let's hold that there. Okay. The second, the 91st Constitutional Amendment Act limited the size to 15%, okay, of the strength of the parliament. Okay. It is a duty of the Prime Minister to communicate to the President all the decisions of the Council of Ministers related to administration of the affairs of the Union. Okay. Which statement seems more logical? The third statement, Prime Minister നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരെ അറിയിക്കണം? പ്രസിഡന്റിനെ അറിയിക്കണം. There is nothing to logically counter in this statement. അല്ലേ? So എന്ത് ചെയ്യാം? Third statement നമുക്ക് assume ചെയ്യാം. Now the first and second statement. First statement, the President of India can return a money bill to the Parliament for reconsideration. When you learn about the bills, the fundamental aspect that you learn about a bill, a money bill, is that a money bill cannot be returned to the legislature. Hence, the first statement is wrong. Second statement is where you have to be very keen. നിങ്ങൾക്ക് ആ ഫാക്ട് അറിയുവാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് പോവാം, തെറ്റായി പോവാം. ഒരു വൺ സിമ്പിൾ വേർഡ്, ദ 91st Constitutional Amendment Act 15% ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലിമിറ്റഡ് ടു ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി പാർലമെന്റ് ആണോ? നോ, ഇറ്റ് ഇസ് ടു ദി ലോക്സഭ. ഓക്കെ. ഈവൻ ദോ യു ഹാവ് ടു ബി വെരി കീൻ. നമുക്ക് ആ ഫാക്ട് അറിയുകയാണെങ്കിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും നമ്മുടെ തോട്ട് പ്രോസസ്സും എന്തായിരിക്കണം, നമ്മൾ ഭയങ്കര ഇൻടാക്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് because it cannot be sent for reconsideration. Second statement is also wrong because it's 15%, but endana responsible to the Lok Sabha ആണ് article 74 പറയുന്നത്. The total strength of the Lok Sabha ആണ്. Third statement is correct and answer becomes only one. Okay. So what we have done to the NCERT test here was assess this preparation level through the basics. NCERT വായിച്ചിട്ട് അതിന്റെ ബേസിക് ലെവൽ എന്താണ്, പ്രിപ്പയർഡ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ജനറലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ത്രൂ ദി നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ എന്താണ് ശ്രമിക്കുക, നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണ് അപ്രോച്ച് വൈസ് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിനെ ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക നോക്കാം. ഓക്കെ. സിമിലർലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ സാറ്റർഡേ 11th നടക്കുന്ന നമ്മുടെ 10th സാറ്റർഡേക്ക് നടക്കുന്ന നമ്മുടെ ഓപ്പൺ മോക്ക് ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ടു ടെസ്റ്റ് യുവർ കൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡ്, we'll also pin the registration link for the open mock test to be held at the Law College at Trivandrum. You can all register for it and then appear for the examination, and we'll also come up with future videos and discussions on the same. Thank you. Gallant IAS, chasing your passion to ace.